അറിയാതെ സ്നാനപ്പെട്ടവർ ജോസ് പാസ്റ്റർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആരും അറിയില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ ആരും അറിയില്ല. മേലെ താഴെ ഇടതും വലുതുള്ള ഭൂതമയകത്ത് പോ എന്ന് പറഞ്ഞ സ്തോത്രം. ആരും അറിയാതെ സ്നാനപ്പെട്ടവർ. ഞാൻ പറയട്ടെ, സ്തോത്രം യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. മോശയുടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പറയാം, ഒളിപ്പിച്ചാൽ മാക്സിമം 3 മാസം ഒളിപ്പിക്കാം, അതിനപ്പുറം ഒളിപ്പിക്കാൻ പറ്റത്തില്ല. നീ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട വീട്ടിലെ പൂച്ചയെങ്കിലും അറിഞ്ഞിരിക്കും. കാരണം അതുവരെ നീ അതിനെ സിക്സർ അടിക്കുക. എന്നാൽ സ്തോത്രം ഇപ്പോൾ നിൻ്റെ അടി തൊഴി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നീ അവനെ നോക്കി ഹായ് പുസി എന്ന് പറയുമ്പോൾ പൂച്ച പറയും മ്യാവ്. എനിക്കറിയാം നീ മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് നിൻ്റെ തൊഴി നിന്നത്. സ്തോത്രം. വർഷങ്ങളായിട്ട് നിൻ്റെ കൂടെ പാർക്കുന്നവർക്ക് നീ മാനസാന്തരപ്പെട്ടത് അറിയത്തില്ലെങ്കിൽ നിൻ്റെ മാനസാന്തരത്തിന് എന്തോ കുഴപ്പമുണ്ട്. സോ ഈ സഹോദരങ്ങൾ ചില ആഴ്ച ഒളിപ്പിച്ചു വെച്ചു. നമ്മൾ സ്നാനപ്പെട്ട വേറെ ആരും അറിയല്ല, ചില ആഴ്ച ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്രിസ്മസ് ക്രിസ്ത്യാനി ഈ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്ത് കടന്നു വന്ന് കല്യാണം കഴിക്കാനുള്ള പ്രപ്പോസലുമായി വന്നു. എന്താ ബ്രദർ ക്രിസ്മസ് ക്രിസ്ത്യാനി? അവൻ ക്രിസ്മസിന് മാത്രമേ പള്ളി പോകത്തുള്ളൂ. അവൾക്ക് അല്പം ധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ ചോദിച്ചു, നിനക്ക് BA ഉണ്ടോ? ബാച്ചലർ ഓഫ് ആർട്സ് അല്ല, ബോൺ അഗെയിൻ. അവൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബോൺ അഗെയിൻ. അവൻ പറഞ്ഞു നോ, എനിക്കില്ല, എനിക്ക് വീണ്ടും ജനനം ഇല്ല. ധൈര്യത്തോടെ അവൾ തിരിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് നടക്കത്തില്ല. കാരണം ഇരുളും വെളിച്ചം ഒരുമിച്ച് വസിക്കത്തില്ല, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കത്തില്ല. വിശ്വാസിക്ക് ഒരിക്കലും അവിശ്വാസിയെ കല്യാണം കഴിക്കാനും പറ്റത്തില്ല. പോയി ഞാൻ പോവാ, നിങ്ങൾ മിണ്ടുന്നില്ല. ആരോണ്ട് പറയുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് വരണേ, അമേരിക്കയിൽ നിന്ന് വരണേ? നോ, എൻ്റെ കുഞ്ഞ് ആദ്യം ചോദിക്കണ്ടേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മെന്ന് പറഞ്ഞ അന്യഭാഷ സംസാരിക്കോ? അതാ നീ ചോദിക്കണ്ടേ. അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ കിട്ടാൻ പറ്റില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവളാണ്. ജീവനുള്ള മത്സ്യം ഒഴുക്കിനെതിരെ നിൽക്കും. നമ്മളെ ഞണ്ടായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത് പിന്നോട്ട് നടക്കാൻ. ഒഴുക്കിനെതിരെ നിൽക്കുന്ന മത്സ്യമായിട്ട് ദൈവം മുന്നോട്ട് വിളിച്ചിരിക്കാൻ. അത് മുന്നോട്ടേ പോകത്തുള്ളൂ. അവൾ പറഞ്ഞു നോ, എനിക്ക് തന്നെ വിവാഹം ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ വലിയ പ്രശ്നമായി, ബന്ധുക്കാർ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി. അപ്പം കോലായിൽ നിന്ന് സ്തോത്രം അതേ ചൂരൽ വടിയെടുത്ത് അവളെ ആടിച്ചു. ഭയങ്കരമായ അടി കൊണ്ട് അവിടെ കിടന്ന് നിലവിളിച്ച് പൊളയുമ്പോൾ കൊച്ചു സഹോദരൻ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, അമ്മാമ്മയെ മാത്രമല്ല തല്ലേണ്ട, എന്നെ ചേർത്ത് തല്ലിക്കോ. ഞങ്ങൾ ഒരുമിച്ച ആ കുളത്തിൽ കലക്കം വെള്ളത്തിൽ മുങ്ങിയത്. മഴ പെയ്യുന്ന ആ തുലാവർഷത്തിൻ്റെ സന്ധ്യാസമയത്ത് ആ ചേച്ചിയെയും ആ അനുജനെയും അപ്പൻ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്തിറക്കി. 12 കിലോമീറ്ററിലധികം അവർ നടന്നു. സ്തോത്രം. കോഴഞ്ചേരിക്കും പത്തനംതിട്ടയ്ക്കും മധ്യത്തിൽ തൂക്കുപാലം എന്നറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ മാടപ്പള്ളിയിൽ എന്നറിയപ്പെടുന്നതായ വീട്ടിനെ അവർ കണ്ടു. പരിശുദ്ധാത്മാ പറഞ്ഞു, അങ്ങോട്ട് കയറിക്കോ മക്കളെ, രാത്രിയാണ്. സ്തോത്രം. ഇനി മുന്നോട്ട് പോയ അപകടമാണ്. അങ്ങോട്ട് കയറിക്കോ. ബയോളജിക്കലി ശരീരത്തിൽ നിങ്ങൾക്ക് ശരീരത്തിൽ സ്തോത്രം മക്കളില്ലെങ്കിലും, ശരീരപ്രകാരം മക്കളില്ലെങ്കിലും ആത്മീയത്തിൽ ആയിരക്കണക്കിന് മക്കളുള്ളതായ നല്ലൊരു പ്രവാചകൻ എവിടെയുണ്ട്. അപ്പനെ പോലെ നിങ്ങളെ അദ്ദേഹം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് വാര്യവന യോനാച്ചൻ എന്ന ദൈവദാസൻ്റെ വീട്ടിലേക്ക് ഈ സഹോദരൻ കയറി. എക്സാക്ട്ലി സെയിം ടൈം ആ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഹൃദയം തകർന്ന് 2 എണ്ണം കയറി വരുന്നുണ്ട്. നനഞ്ഞാ വരുന്നത്, വസ്ത്രം കൊടുക്ക്. വിശന്നാ വരുന്നത്, ആഹാരം കൊടുക്ക്. ഹൃദയം തകർന്നാ വരുന്നത്, ആലോചന കൊടുക്ക്. നനഞ്ഞാ വരുന്നത്, വസ്ത്രം കൊടുക്കണേ. വിശന്നാ വരുന്നത്, ആഹാരം കൊടുക്കണേ. ഹൃദയം തകർന്നാ വരുന്നത്, ആലോചന കൊടുക്കണേ. 10 കോടി രൂപയേക്കാൾ എത്ര വലുതാണ് മഹാരാജാവിൻ്റെ ഒരു വാക്ക്. അതേ എഴുന്നേറ്റ് വാതിൽ തുറക്കും. 2 പേരും സ്തോത്രം അതെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക. വസ്ത്രം കൊടുത്തു, കഞ്ഞിയും സമ്മതി ഉണ്ടായിരുന്നു, ആഹാരം കൊടുത്തു. പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കി സ്വർഗം തുറക്കപ്പെട്ടു. അദ്ദേഹത്തിന് അവരെക്കുറിച്ച് അറിയത്തില്ല. ആ പിതാവ് ഇങ്ങനെ പ്രവചിച്ചു, എൻ്റെ മകളെ, ഞാൻ നിൻ്റെ വ്യഥ അറിയുന്നു. സ്തോത്രം. അലച്ചുകൂവി വിതുമ്മിക്കരഞ്ഞ് അവൾ ചോദിച്ചു, കർത്താവേ, നീ എങ്ങനെ എന്നെ അറിയുന്നു? പ്രവാചകരിലൂടെ അടുത്ത പരിശുദ്ധാത്മാ പറഞ്ഞു, ഞാൻ നിന്നെ മാനിക്കും. രാജാക്കന്മാരും നേതാക്കന്മാരും സംഘം കൂടുന്ന സ്ഥലത്ത്, രാജാക്കന്മാരും നേതാക്കന്മാരും സംഘം കൂടുന്ന സ്ഥലത്ത് ഒരു എക്സിക്യൂട്ടീവ് പദവിയിൽ ഞാൻ നിന്നെ ഇരുത്തും. സെക്യൂരിറ്റി ഗാർഡുകൾ നിന്റെ പെട്ടി പിടിക്കും. സെക്യൂരിറ്റി ഗാർഡുകളുടെ നടുവിലൂടെ നീ നടന്നു പോകും. അന്ന് നീ പറയും, എൻ്റെ ദൈവം മാനിക്കുന്നവനെന്ന്.
ആ സഹോദരൻ നോക്കി പറഞ്ഞു, ഈ ലോകത്തിലെ അപ്പൻ സ്നാനപ്പെട്ടെന്നുള്ള കാര്യത്താൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ കുളത്തിൽ സ്നാനപ്പെട്ട നിന്നെ ഞാൻ അപ്പോസ്തലനായി അഭിഷേകം ചെയ്യുന്നു. അനേകരെ കടലിൽ സ്നാനപ്പെടുത്തുവാൻ എൻ്റെ പ്രത്യേക കരം നിന്റെ മേലുണ്ട്. നിങ്ങൾ ചോദിക്കുക, ബ്രദർ സുരേഷ് ബാബു അതെന്തേലും നടന്നോ? ലെറ്റ് മീ ടെൽ യു, വാഗ്ദത്തങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മരണം ഇല്ല. ഇന്ന് ആ ദൈവദാസൻ കുവൈറ്റിലുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ അദ്ദേഹത്തിൻ്റെ സഭയിൽ ശുശ്രൂഷിച്ചു. 20 വർഷം മുമ്പ് ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് ഞാൻ യാത്ര ചെയ്യുന്ന ആ ചർച്ചിൽ പോകാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ജോസഫ് മാത്യു. പോയിട്ടുണ്ടോ കുവൈറ്റ്? കത്തനാരായിച്ചാൻ, ആർക്കെങ്കിലും അറിയോ കത്തനാരായിച്ചാനെ? സ്തോത്രം. ഒക്കെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ കൃപയിൽ ആ ദൈവത്തിൻ്റെ ദാസനെ ദൈവം പ്രയോജനപ്പെടുത്തുന്നു. സ്തോത്രം. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ചർച്ചിൽ സ്നാനപ്പെടുത്താൻ ഫെസിലിറ്റി ഉള്ളത്. അനേകർ അദ്ദേഹം കടലിൽ സ്നാനപ്പെടുത്തി. നിങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ ആ ചേച്ചിയുടെ കാര്യം എന്തായി? ആ അമ്മമ്മയുടെ കാര്യം എന്തായി? അവർ ന്യൂജേഴ്സിയിൽ പാർക്കുന്നു. അവർ ജോലി ചെയ്തത് ന്യൂയോർക്കിലാണ്. സാധാ ഓഫീസിലല്ല. രാജാക്കന്മാരും നേതാക്കന്മാരും സംഘം കൂടുന്ന സ്ഥലം. ഞാൻ ആവർത്തിക്കുന്നു, രാജാക്കന്മാരും നേതാക്കന്മാരും സംഘം കൂടുന്ന സ്ഥലം. അതിൻ്റെ പേരാണ് യുണൈറ്റഡ് നേഷൻ ഓഫ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭ. രാജാക്കന്മാരും നേതാക്കന്മാരും സംഘം കൂടുന്ന സ്ഥലം. സ്തോത്ര. പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ അതേ യോഗം കൂടുന്ന സ്ഥലം. ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് അടുത്ത് എല്ലാ ദിവസവും രാവിലെ അവൾ UN ഓഫീസിൽ എത്തുമ്പോൾ സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വരും. അവിടെ ഫയലുകൾ വാങ്ങും, അവളുടെ സൂട്ട്കേസ് വാങ്ങും. അവിടെ നടുവിലൂടെ നടന്നു പോകും. 10,000-കണക്കിന് മലയാളികൾ അമേരിക്കയിലുണ്ട്. ആ പദവിയിൽ ആരും എത്തിയതില്ല. 1999 മലയാളി പെന്തക്കോസ്റ്റ് കോൺഫറൻസിൻ്റെ ന്യൂജേഴ്സിയിൽ പ്രസംഗിപ്പാൻ ഞാൻ എത്തിയപ്പോൾ ഞാൻ തേടി പിടിച്ചവരെ കണ്ടുവരും. ഷോർട്ടാൻഡി, തലമുടി മുഴുവൻ സ്തോത്രം നരച്ചിരിക്കുന്നു. എന്നെക്കാൾ വലിയ വലിപ്പമുള്ള അതേ പിള്ളേര്, തൻ്റെ ഭർത്താവ്, അവർ നടുവിൽ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റി എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അവൾ തൻ്റെ ബൈബിൾ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, സുരേഷേ സ്തോത്രം, അപ്പൻ്റെ വീട്ടുകാർ അതേ വിതച്ചതല്ല, അമ്മയുടെ വീട്ടുകാർ കൊയ്തതല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിന്നു. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ എടുത്തുന്നു. ഇന്ന് രാത്രി ഈ ഹാളിനകത്ത് സ്തോത്രം അതേ ദൈവസന്നിധിയിൽ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുക. സ്തോത്രം. ഐക്യരാഷ്ട്ര സഭയിൽ ഒരു എക്സിക്യൂട്ടീവ് പദവിയിൽ ആ സഹോദരി നിന്ന് തീർന്നില്ല. സ്തോത്രം. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത്രയും പറഞ്ഞങ്ങ് നിർത്തുമായിരുന്നു. പക്ഷേ ജോസഫ് മാത്യു പാസ്റ്ററുടെ ഭവനത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ചില ഫോട്ടോസ് എന്നെ കാണിച്ചു. എന്നിട്ട് അവർക്ക് ഒറ്റ മോളെയുള്ളൂ, ഫേവ. സ്തോത്രം. ഇന്നുണ്ടല്ലോ ആ മോളിയമ്മ പെൻഷനായി പുറത്തു പോയി. എന്നാൽ ഈ സ്ഥാനത്ത് ഇന്ന് സ്തോത്രം അതേ ഓഫീസിൽ അതേ ഫേവ കയറിയിരിക്കുന്നു. ഇന്ന് അടുത്ത തലമുറ ആ തലത്തിൽ കയറിയിരിക്കുന്നു. അയ്യോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേനെ ഇത് യാദൃച്ഛികമാണ് നടന്നത്. ഇതിനകത്തിരിക്കുന്ന അപ്പനും അമ്മ ഇന്ന് രാത്രി കേൾക്ക്, നീ കണ്ടിട്ടില്ലാത്തത് നിന്റെ തലമുറയ്ക്ക് സമ്മാനിക്കുന്നവനായ ദൈവം യേശുവിൻ്റെ നാമത്തില്. സ്തോത്രം. ഞാൻ കണ്ടു ഒബാമയുടെ കൂടെ അവളിൽ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. മൻമോഹൻ സിംഗിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. ഈ ഇടയ്ക്ക് മോഡി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കണം. സ്തോത്രം. തീയിലൂടെ നീ പോകുന്നുണ്ടോ? എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്നുണ്ടോ? ആരൊക്കെ നിന്നെ അപമാനിക്കുന്നുണ്ടോ? എല്ലാം തീർന്നത് ചിന്തിക്കുന്നു. നോ 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 നോ. ഈ തീയിലൂടെ നീ പോകുന്നത് ഒരിക്കലും തിന്മയ്ക്കല്ല. ഈ തീയിലൂടെ നീ പോകുന്നത് ക്രിസ്തുവിൻ്റെ വിലയേറിയ സ്തോത്രം ഇമേജ്, ക്രിസ്തുവിൻ്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടുവാനത്രേ. കണ്ണുകളെ അടച്ചാട്ടെ, സ്വർഗത്തിലേക്ക് നോക്കാം. കണ്ണുകളെ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കാം. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധുക്കളുടെ മുൻപിൽ, തള്ളിക്കളഞ്ഞ ജീവിതങ്ങളുടെ മുൻപിൽ, എല്ലാം അവസാനിച്ചെന്ന് പറയുന്നവരുടെ നടുവിൽ, രഹസ്യത്തിൽ നിന്ന് ത്യജിച്ചവരുടെ മുൻപിൽ, പരസ്യത്തിൽ നിന്നെ മാനിക്കുന്നവനായ ദൈവം, നിന്നെ മാനിക്കുന്ന ദൈവം, നിന്നെ മാനിക്കുന്നവനായ ദൈവം 6 മാസം കഴിഞ്ഞിട്ടല്ല, ഇന്ന് രാത്രി മുതൽ പുതിയൊരു റൂട്ടിലേക്ക് ഇതാ ഒരു വാഹനം പ്രവേശിക്കുന്നു. ഈ വാഹനത്തിൽ ആ വാഹനം ഇതുവരെ ആ റൂട്ടിൽ ഇതുവരെ കടന്നിട്ടില്ല, ഓടിയിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ആയിരിക്കുന്നവർ നോക്കി പറയുന്നു, ഇതുവരെ നീ കയറിയിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് ഞാൻ നിന്നെ തള്ളിക്കയറ്റാൻ പോവുക. ഇതുവരെ നീ കയറിയിട്ടില്ലാത്ത സ്ഥലത്തേക്ക്. Close your eyes and open your mouth. കണ്ണുകൾ അടച്ച് സ്വർഗ്ഗത്തിലേക്ക് നോക്കിയാണ്. സ്വർഗ്ഗത്തിലേക്ക് നോക്കിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ശബ്ദം ഉയർത്തി. Thank you Jesus. Thank you Jesus. Thank you Jesus. ആരോ ഹൃദയം തകർന്നു വന്നു, ആരോ ഹൃദയം ഉടഞ്ഞു വന്നു. ശരീരത്തിൽ മുറിവില്ല, ഹൃദയത്തിൽ മുറിവുകളുണ്ട്.
ആരോ ചോദ്യങ്ങളുമായി ഇതിനകത്ത് വന്നു. ആരോ നെടുവീർപ്പുകളുമായി ഇന്ന് രാത്രി ഇവിടെ എത്തി. ആരോ പറയുന്നു, അപ്പാ ഒറ്റയ്ക്ക് എനിക്കൊരു അവസരം വന്നാൽ ഞാൻ പൊട്ടിക്കരയുന്ന വ്യക്തിയാ. എന്നെ നോക്കുമ്പോ ഞാൻ ഗൾഫുകാരൻ, ഞാൻ ഗൾഫുകാരി. പക്ഷെ എന്റെ ഉള്ളിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. പുറമേ ഞാൻ ചിരിപ്പിച്ചും നടക്കുന്നു, പക്ഷെ ഉള്ളിൽ ഞാൻ കരഞ്ഞ വസിക്കുന്നത്. ഇന്ന് രാത്രി 2 കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സംസാരിക്കും. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സംസാരിക്കും. പരിശുദ്ധാത്മ നിങ്ങളോട് തുടങ്ങിയ ആരും മൗനമായിരിക്കരുത്. Come on, ഏറ്റവും പിന്നിലുള്ളവരെ വായി തുറന്ന് കരയാൻ മടിക്കല്ലേ. ഒരു കരം നിന്നെ തൊടുന്നേ. കരയിപ്പിക്കുന്ന ലോകത്ത്, തള്ളിക്കളയുന്ന ലോകത്ത്, കുത്തി വേദനിപ്പിക്കുന്ന ലോകത്ത്, വേദനിപ്പിക്കുന്നവരുടെ ലോകത്ത്, നിന്നെ തള്ളിയ കുടുംബത്തിന്റെ നടുവിൽ, നീ താളടിയാകുമെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ, നീ അവസാനിച്ചെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഒരു ജയത്തിന്റെ കൊടിയെ നിനക്ക് വേണ്ടി ഉയർത്തുന്ന ദൈവം ഈ രാത്രി നീ കണ്ടിട്ടില്ലാത്തൊരു റൂട്ടിലേക്ക് നിന്നെ ഇതാ പറഞ്ഞു വിടുകയാണ്. ഈ രാത്രി മുതൽ വെളിപ്പെടുന്ന വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും. വിശ്വസിക്കുന്നവർ നന്ദി പറയും. അഡ്വാൻസായി നന്ദി പറയൂ. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. ചിൽഡ്രൻ sing. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഓ നിൻ മഹാ, ഇരു കരങ്ങൾ ഉയർത്തി കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തോടെ എല്ലാ കണ്ണുകളും നിർബന്ധമായി അടയ്ക്കട്ടെ. Particularly, I can see some children. The Lord wants to honor you more than your parents. Lift your hands. Second generation like ഒരു മഹത്വം, സെക്കൻഡ് ജനറേഷനിലേക്ക് ഒരു പകർച്ച. അപ്പനെ അമ്മയെ നീ അത് കാണാൻ പോവാ. മാതാവേ പിതാവേ നീ അത് കാണാൻ പോവാ. കഥ പറയാനല്ല ദൈവം അയച്ചത്, ദൂത. പാസ്റ്റർമാരെ മക്കൾ ഇന്ന് രാത്രി ഇതിനൊക്കെ തുടങ്ങി കേട്ടോ. നിന്റെ അപ്പൻ നിന്റെ അമ്മ കാണാത്ത വലിയൊരു മഹത്വത്തിന്റെ ശുശ്രൂഷ സ്വർഗം നിന്നിലൂടെ പുറത്തെടുക്കുക. കൃപ തരണ ബാബാ. കണ്ണുനീരോടെ വിതച്ച ആർപ്പിന്റെ കൊയ്ത്തിൽ ലോക രാജ്യങ്ങൾ ചെയ്യാൻ കൃപ തരണ ബാബായെ. ചിരിപ്പിച്ച് പ്രസംഗിച്ച ദിവസങ്ങൾ വേണ്ട കർത്താവേ. Love you, Lord. Love you, Jesus. Come on. The Lord is touching your heart right now. The Lord is touching your heart right now. Open your mouth. Open your mouth. നഷ്ടപ്പെട്ട ആത്മീയ ജീവിതം പലർക്കും കർത്താവ് തിരികെ തരിക. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട തീ, നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ദൈവം നിനക്ക് തിരികെ നൽകിയ restoration, 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 spiritual restoration. വായി തുറന്ന് യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി യേശുവേ.
ആഴി ആഴത്തിൽ ഞാൻ കിടന്നു തിരുകരം തേടിയെത്തി തന്റെ മാർവോട് ചേർത്ത രണ്ട് കരങ്ങൾ ഉയർത്തി ജനപാടിക്ക് സർവ്വനന്മകൾക്ക് ശക്തിയോടെ ദൈവശക്തി ദൈവശക്തി ആ സ്തുതി നിൽക്കരുത്. ശബ്ദമുയർത്തി 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 അത്ഭുതത്തിന്റെ ഉറവകൾ തുറക്കട്ടെ. അത്ഭുതത്തിന്റെ ഉറവകൾ തുറക്കട്ടെ. തലമുറകൾക്കായി അത്ഭുതത്തിന്റെ ഉറവകൾ തുറക്കുകയാണ്. ഈ രാത്രി ജ്ഞാനത്തിന്റെ ഒരു ഇമ്പാർട്ടേഷൻ ഈ ഹോളിനകത്ത് നടക്കുക. ജ്ഞാനം, വിസ്ഡം, 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 wisdom, supernatural wisdom for education, supernatural excellency in for the education, supernatural wisdom for education, invention. Receive. All students receive right now in Jesus' name. Rambhuna raboho se chikadarena bautiala menihiduru robokoso. Supernatural wisdom. പരിശുദ്ധാത്മാവിന്റെ ബ്രെയിനെ തൊടുന്നു. അതിന്റെ മെമ്മറി സിസ്റ്റത്തിന്റെ ലെവൽ മാറ്റുകയാണ്. എല്ലാ മെമ്മറി ലോസ് ഇന്ന് രാത്രി പുറത്തു പോകുകയാണ്. എക്സലൻസി, ദൈവത്തിന്റെ കഴിവ്
ദൈവത്തിന്റെ കഴിവ്, ദൈവത്തിന്റെ കഴിവ് ഈ ജനത്തിൽ വെളിപ്പെടുകയാണ്. എല്ലാ മെമ്മറി ലോസ് യേശുവിന്റെ നാമത്തിൽ പുറത്തുപോകുന്നു. നീ ഇവിടെ ആരാധിക്കുമ്പോ അവിടെ 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 എവിടെ എല്ലാം വിടുതൽ നടക്കാം. നിന്റെ ക്ലാസ് റൂമിൽ, നിന്റെ ഭവനത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തുറക്കട്ടെ. തലമുറകൾക്കായി ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തുറക്കട്ടെ. തലമുറകൾക്കായി ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തുറക്കട്ടെ. നെഹമ്യാവുമാർ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ദാനിയേലുമാർ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. യോസേഫുമാർ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഒരു വശത്ത് ഹൈ പൊസിഷനും മറുവശത്ത് ഹൈ അനോയിന്റിംഗും, ഒരു വശത്ത് അഭിഷേകവും മറുവശത്ത് പദവിയും. പദവിയും അഭിഷേകവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവർ, പദവിയും അഭിഷേകവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവർ.
ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ, പരിശുദ്ധ ആത്മാവിന്റെ നടത്തിപ്പും കാവലും പരിപാലനവും കടന്നു ജനത്തോട്, ശുശ്രൂഷന്റെ ദാസനോട്, നാളെ നടക്കുന്ന കൂട്ടായ്മയോട് ഇന്നു മുതൽ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിയുമോ അങ്ങേ പിരിയാൻ കഴിയുമോ അങ്ങേ മറക്കാൻ